ഓണം വരും മുമ്പേ നേന്ത്രക്കായുടെ വില കുത്തനെ ഉയരുകയാണ്. കിലോയ്ക്ക് 65 രൂപയാണ് നേന്ത്രക്കയുടെ മലപ്പുറത്തെ മൊത്ത വിപണിയിലെ വില. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇതിന് 75-ന് മുകളിലേക്ക് വില ഉയരുകയാണ്. നാടൻ പഴം വിപണിയിൽ എത്താത്തതാണ് വില വർധനവിൻ്റെ കാരണം. ഇനിയുള്ള ദിവസങ്ങളിലും വില കൂടുമെന്നിരിക്കെ ഓണം വിപണിയിൽ നേന്ത്ര വിഭവങ്ങൾക്കും വില ഉയരുമെന്ന് ഉറപ്പാണ്. CV അനുമോദിൻ്റെ റിപ്പോർട്ടിലാണ്. ഓണം വരുന്നതിന് മുമ്പ് തന്നെ നേന്ത്ര വിപണിയിൽ വലിയ വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തെ നേന്ത്രയുടെ മൊത്ത കച്ചവട കേന്ദ്രത്തിലാണ്. കഴിഞ്ഞ ദിവസത്തേക്ക് അപേക്ഷിച്ച് നല്ല വിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് നാസർക്ക പറയുന്നത്. നാസർക്ക, എങ്ങനെയുണ്ട് വില ഇപ്പോൾ? വില അത്യാവശ്യം നല്ല കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഒരു ലെവലില്ലാതെ കൂടുതലാണ്. കാരണം 60-ൻ്റെ മേലെ ഹോൾസെയിൽ റേറ്റ് തന്നെ ആയിട്ടുണ്ട്. 63 ആ ലെവലിൽ ഇപ്പോൾ ഇന്നായിട്ടുണ്ട്. പക്ഷേ നാളത്തെ റേറ്റ് നാളെ പറയാൻ കഴിയുള്ളൂ. അതിൻ്റെ സാധാരണ എന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ മുന്നേ ഒന്ന് കുറയില്ല, ഓണത്തിന് അടുപ്പിച്ചൊന്ന് കുറയലുണ്ട്. പക്ഷേ ഈ പോക്ക് കണ്ടിട്ട് അങ്ങോട്ട് തോന്നുന്നില്ല. കാരണം നാട്ടിലെ കായ് വളരെ കുറവാണ്. പിന്നെ നാട്ടിൽ ഈ പന്നി ശല്യം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഇരുമ്പോയി നമ്മൾ അടുത്ത പ്രദേശത്തൊന്നും വായ വെക്കണില്ല. അപ്പോൾ വളരെ കുറവാണ്. അത് ഇപ്പം എന്തായാലും ഒരു 75 എന്തായാലും ഇപ്പം ഉണ്ടാവും. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓണത്തിന് നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല, പറയാൻ വയ്യ. കാരണം കൃഷി വളരെ കുറവാണ്. കാരണം വളത്തിൻ്റെ വില കൂടുതലും അങ്ങനെ കാരണമൊക്കെ ഇവിടെ ആൾക്കാർ അതാ പറയുന്നത് നമ്മളോട്. പിന്നെ ഇത് സത്യമംഗലം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടാവും. സ്വർണ്ണമുഖി ആ ലെവലിലുള്ള കന്നുകളാണ് അവിടെ വരിക. കുറച്ച് വെയിറ്റ് കൂടുതലുള്ള കന്നുകളാണ് വരിക. ഇപ്പോൾ പൊതുവെ ഇവിടെ നാട്ടിലും പോയി ഇതന്നെ വെക്കേണ്ടത്. ശരിക്കും നാട്ടിൽ പഴയ നാടൻ കായ്പില്ല, വളരെ കുറവാണ്. അപ്പോൾ ഫുള്ള് ഈ ഇത് വെയിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇത് സമയം കൂടുതലും വരും. ഒരു 12 മാസം സമയം എടുക്കും ഉണ്ടാവാൻ. ആ ഒരു പ്രശ്നമൊക്കെ ഇപ്പോൾ ഈ സീസണിന് അതും വന്നിരിക്കുന്നത്. ഓണക്കാലത്ത് നല്ല നിറമുള്ള പഴത്തിനൊക്കെയാണല്ലോ ഡിമാൻഡ്. അത് എവിടുന്ന് അധികം വരുന്നത്? ഇപ്പോൾ മേട്ടുപ്പാളയാണ് വരുന്നത്. ഈ സത്യമംഗലം കുഴപ്പമില്ല, പക്ഷെ അതിലേറെ ഒന്നും കൂടി നന്നാവും മേട്ടുപ്പാളയാണ്. അതിപ്പോൾ നാളെ നമുക്ക് വരാനുള്ള മേട്ടുപ്പാളയാണ്. ഇനി നാളത്തെ ലോഡ് അതാണ്. ഏകദേശം ഒക്കെ കൂടെ തന്നെയാണ്. ഒരേ റേറ്റ് ആയിട്ട് തന്നെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ക്വാളിറ്റി ഉള്ളത് മേട്ടുപ്പാളയാണ്. ഒന്നുകൂടി നാട്ടിൽ നിന്നുള്ള ഇതൊന്നും തീരെ വരുന്നില്ല ഇപ്പോൾ. നാട്ടിൽ നമുക്കിവിടെ അടുത്ത പ്രദേശത്തൊന്നും വളരെ കുറവ്. അതായത് 10% മാറി. കാരണം ഓണത്തിന് നമ്മൾ നാടനെ പ്രതീക്ഷിച്ച് നിന്നിട്ട് ആ നാടൻ ഇക്കുറി ഇല്ല. കാരണം കുറഞ്ഞ ആൾക്കാർ വെച്ചുള്ളതുണ്ടാവുള്ളൂ. പിന്നെ ഇതന്നെ നാട്ടിലെ ഇരുമ്പുഴി ഭാഗത്തൊക്കെ മെയിൻ പന്നി ശല്യമാണ്. അതാണ് അവർ പറയുന്നത്. കാരണം വായ ഇതാകുമ്പോൾ തന്നെ കുത്തി ഒന്നായിട്ട് മറിച്ച് ഇതാവാണ്. ഓണം കണക്കാക്കി ഉണ്ടാക്കണവരുണ്ടാവുമല്ലോ അല്ലേ? അതെ. ഇപ്പോൾ ഈ ഒരു വിഷയമാണ് എല്ലാവരും പറയുന്നത്. ഈ നേന്ത്രയ്ക്ക് മാത്രമാണോ വില? ഞാലിപ്പൂനൊക്കെ എങ്ങനെയാണ്? ഞാലിപ്പൂൻ നല്ല ഞാലി, ഫസ്റ്റ് ക്വാളിറ്റി ഞാലിക്ക് നല്ല റേറ്റാണ്. ഏകദേശം ഒരു 80 രൂപ 75 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഞാലി അതെ 75-80 ലെവലിൽ വരും ഇപ്പോൾ കടയിൽ. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു ആവറേജ് കായ വെക്കുക, അത് ചിലപ്പോൾ ചെറിയൊരു കുറവുണ്ടാവും. അപ്പോൾ അവർ എന്തായാലും 80-ന് വിൽക്കേണ്ടി വരും. എൻ്റെ അടുത്തേക്ക് പോവാൻ നല്ല ഞാലിയാണ് ഇപ്പോഴേ ഓൾറെഡി ആയി കഴിഞ്ഞു. പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ളതല്ലാതെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതൊക്കെ കൊടുന്ന് ഇതാവാണ്. അത് ഏറ്റവും ടോപ്പ് കായ് എക്സ്പോർട്ടിങ് ഞാലിക്കൊക്കെ നല്ല റേറ്റാണ്. തന്നെ നല്ല പഴം ഇന്ന രീതിയിലുള്ള പഴം വേണമെന്നൊക്കെ പറഞ്ഞ ഡിമാൻഡ് വരുന്നുണ്ടോ? ഇതിപ്പോൾ പഴം നല്ല തന്നെ വരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കളർ എങ്ങനെ വേണമെന്നിപ്പോൾ പറയാൻ കഴിയൂല. കാരണം സാധനം കമ്മിയാണ് പൊതുവെ. അപ്പോൾ ഉള്ളത് കുഴപ്പമില്ല. മേട്ടുപ്പാളയും സത്യമംഗലം നല്ല ഫുൾ ടൈം കായുണ്ട്. ഒരു വർഷം ഫുള്ള് ഒരു ഏരിയ കഴിഞ്ഞാൽ മറ്റേ ഏരിയയിലുണ്ടാവും. അത് അവിടെ സ്റ്റോപ്പില്ല, നിൽക്കൂല, ഫുൾ ടൈം കായ. ഇപ്പോൾ അവിടെ നിന്ന് വരുന്നത് ഇപ്പോൾ കിലോയ്ക്ക് 75-80 എന്നൊക്കെ പറയുമ്പോൾ ചിപ്സിൻ്റെ വിലയും അതേപോലെ പഴത്തിൻ്റെ വിലയൊക്കെ എല്ലാം കൂടുതൽ. ചിപ്സ് നല്ല റേറ്റ് ആവും. ചിപ്സ് കൂടും. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും കൂടും. അപ്പോൾ ചിപ്സിന് ഇപ്പോൾ ഓൾറെഡി എന്തായാലും നല്ല കയറ്റം കയറും. കാരണം സാധാരണ പറയാം ഓണത്തിന് മുന്നൊരു കുറയലുണ്ട്. ഓണം അടുപ്പിച്ച് ഈ പോക്ക് പോകണമെങ്കിൽ എനിക്ക് അതിന് ചാൻസ് തോന്നുന്നില്ല. കാരണം ഓണത്തിന് എല്ലാവരും പിടിച്ചു വെക്കും, ഓണത്തിന് കൂടും എന്നുള്ളതിൽ. പിന്നെ ആ ടൈമിൽ ഒന്നായിട്ട് വെട്ടുമ്പോൾ ഒന്ന് കുറയലുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നാട്ടിലൊന്നും കായില്ലല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷ നമുക്കില്ല. ഓണവിപണി കൈ പൊള്ളുമെന്ന് സൂചനകൾ തന്നെയാണ് തരുന്നത്. കാരണം ഓണത്തിന് ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ മൊത്തമായിട്ടുള്ള ഈ പഴത്തിൻ്റെ നേന്ത്രയുടെ വില തന്നെ 65-ന് മുകളിലേക്ക് എത്തുന്നു. അത് ചില്ലറ വിപണിയിൽ എത്തുമ്പോൾ 75-80 ഒക്കെ ആവും. അങ്ങനെ നോക്കുമ്പോൾ ചിപ്സിൻ്റെ വില കൂടും, അതേപോലെ നേന്ത്ര പഴത്തിൻ്റെ വില കൂടും. അങ്ങനെ എല്ലാം കൊണ്ടും ഓണത്തിന് നേന്ത്ര കൈ പൊള്ളിക്കുമെന്ന സൂചന തന്നെയാണ് വിപണന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.